ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് ഈദൊക്കെ ആയിട്ട് നമുക്ക് ഹെയറിന് ഒരു മേക്ക് ഓവർ കൊടുത്താലോ? ഞാൻ ഹെയർ പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പോൾ പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ചെയ്തു. പിന്നെ ഫാൻസി കയറി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തി. മോക്ക് കുറച്ച് പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങി. ഫാൻസിന്ന് പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങി നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു. വീട്ടിൽ ചെന്നപ്പോൾ രാത്രി ആയപ്പോൾ പെരുന്നാളിൻ്റെ തിരക്കൊക്കെ കാണാനൊരു പൂതി. അപ്പോൾ നേരെ വിട്ടു മഞ്ചേരിക്ക്. ഇജാതി ഭ്രാന്ത് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. ഇവിടെ ഒരു ചങ്ങായി നോക്കി ഫോണൊക്കെ വായി നോക്കി നിൽക്കണ കണ്ടോ? എൻ്റെ 2 മക്കള് കണ്ടോ? ഓളോളം മൈലാഞ്ചി കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ 2 ദിവസം മുന്നേ മെഹന്തി ഒക്കെ ഉണ്ട് കേട്ടോ. ഓള് കളിക്കണ കണ്ടപ്പോൾ ഓനും ഭയങ്കര സന്തോഷം. ലച്ചൂസ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നൊക്കെ പറഞ്ഞ് ഓക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ വീഡിയോസൊക്കെ എടുക്കണം കേട്ടോ. പിന്നെ എനിക്ക് പുതിയ ഗ്ലാസ് ഒക്കെ വാങ്ങി, അതിന്റെ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നു. ഞാനും അങ്ങനെ ആയി ഗായ്സ്, കണ്ണു പൊട്ടത്തിയായി. ഞാനും വെറുതെ ഇറങ്ങിയതാ മഞ്ചേരി. കുറേ അങ്ങോട്ട് പോയി, കുറേ ഇതിലിങ്ങോട്ട് പോയി, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് ലാസ്റ്റ് മക്കള് പറഞ്ഞു വിശന്നിട്ട് വെയ്യാറുണ്ട്. അപ്പൊ പിന്നെ നേരെ നമ്മൾ വിട്ടു ഫുഡ് കഴിക്കാൻ. കുറേ നേരം ബ്ലോക്കിൽ, പെരും ബ്ലോക്ക് പറഞ്ഞാൽ പെരും ബ്ലോക്കാണ് മഞ്ചേരി. കാരണം ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോവലുണ്ട്, ഒരിക്കലും തലേന്നൊന്നും പോകല്ല. ഞങ്ങളൊരു 15 ദിവസം മുന്നേ എടുത്ത് വെക്കലാണ്. അപ്പോൾ ഇപ്രാവശ്യം ഒരു കൊതി, പെരുന്നാളിൻ്റെ തിരക്കൊക്കെ ഒന്ന് കാണാനൊരു മോഹം. അപ്പോൾ ആ മോഹം കൊണ്ട് ഇറങ്ങിയതാട്ടോ. ഒരു രസമല്ലേ അതൊക്കെ? അല്ലേ ലൈഫിലൊരു വൈബ്. നൈറ്റ് കുറേ തെരുവിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ട് പോണത്. പിന്നെ നമ്മള് വിശന്നപ്പോൾ നേരെ വിട്ടു KFC. പൊതുവെ ഞങ്ങൾ അങ്ങനെ ഫ്രൈഡ് ചിക്കൻ ഒന്നും കഴിക്കാത്ത ആൾക്കാരാണ്. 2-3 മാസം കൂടുമ്പോൾ ഒരു പ്രാവശ്യമൊക്കെ കഴിക്കുള്ളൂ. അപ്പോൾ ഒരു KFC കഴിക്കാനൊരു മോഹം. അപ്പോൾ ഞങ്ങൾ KFCക്ക് കയറി. KFC പിന്നെ കുറേ അവിടെ നിന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ ഫുഡിനൊരു 10-15 മിനിറ്റ് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിലൊക്കെ നോക്കും, പട്ടി ഷോയൊക്കെ കാണിച്ച് കണ്ടോ. അവന് ഹായ് തരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും ഹായ് തരുന്നതാ. എൻ്റെ മെഹന്തി കാണാം. അവിടെ KFCയിൽ നിന്ന് കുറേ വീഡിയോസ്, അതൊക്കെ കുറേ നേരം കഴിഞ്ഞിട്ടാട്ടോ ഫുഡ് കിട്ടിയത്. ഇവിടെ അധികം എനിക്ക് തോന്നുന്നു പാർസലാണ് സംശയമുണ്ട്. കാരണം അവിടെ ഇരുന്ന് ഡൈനിങ് കുറവാണ്, അധികം ആൾക്കാരും പാർസൽ കൊണ്ടുപോവാണ്. അപ്പോൾ കുറേ നേരം അവിടെ ഫോണുമ്പോൾ കുത്തിയും അവിടെ കുത്തിയും ഇവിടെ കുത്തിയും കുറേ കുത്തിർന്നു. കുറേ നേരം ഒരു 15 മിനിറ്റ് 20 മിനിറ്റോളം അവിടെ വെയിറ്റ് ചെയ്തിട്ടാണ്. ഭയങ്കര വെയിറ്റിംഗ് ആണ്, അതാണ് സഹിക്കാനത്. ഈ മക്കളെയും കൊണ്ടൊന്നും പോകുമ്പോൾ വെയിറ്റിംഗ് ഉണ്ടായാൽ ശരിയാവില്ല. ഇവിടെ ഒരാൾ ഫോണുമ്പോൾ കളിക്കണോ. അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മളെ ടോക്കൺ നമ്പറായി ഗൈസ്. അപ്പോൾ മൂപ്പര് ടോക്കൺ നമ്പർ വിളിച്ചപ്പോൾ മൂപ്പര് വേഗം ചെന്ന് മൂപ്പര് കൊണ്ടുപോകും. പക്ഷെ ഇതൊക്കെ ഞങ്ങൾ കഴിച്ചു. പക്ഷെ ഞങ്ങൾ ആകെ 6 പീസേ വാങ്ങിച്ചിട്ടുള്ളൂ. പക്ഷെ അതന്നെ ഞങ്ങളെ കൊണ്ട് കഴിക്കാൻ കഴിയുന്നില്ല. കാരണം എന്തോ ഒരു പീസ് കഴിക്കുമ്പോൾ തന്നെ ഭയങ്കര മടുപ്പ് വരിക. കാരണം ഇതൊന്നും അധികം കഴിക്കാൻ കഴിയൂല. ഞങ്ങൾ കുറച്ചൊക്കെ കഴിച്ചു, ബാക്കി ഞങ്ങൾ പാർസലും ആക്കി. വളരെ കുറച്ചേ വാങ്ങിച്ചിട്ടുള്ളൂ. പക്ഷെ അതന്നെ കഴിക്കാൻ കഴിയണില്ല. ഭയങ്കര എന്തോ ഒരു മടുപ്പ് പോലെ. പിന്നെ മക്കൾ ഫ്രഞ്ച് ഫ്രൈസ് വേണം പറഞ്ഞു, അതൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങിട്ടോ. മക്കളി സുന്ദരിക്കോലെ കുഞ്ഞിപ്പീപ്പലും കാട്ടി ചിരിച്ചിന്. പിന്നെ മൂപ്പര് ക്യാമറ ഒക്കെ വാങ്ങി. പിന്നെ ഇതൊക്കെ ഞാൻ കൈ പിടിച്ചെടുക്കണം. അപ്പോൾ മൂപ്പര് വാങ്ങി. ഞാൻ അടുത്തര വീഡിയോ പറഞ്ഞാൽ മൂപ്പര് ഫോണൊക്കെ വാങ്ങി കുറച്ചൊക്കെ വീഡിയോസ് എടുത്തു. എന്താ ഓക്ക് ലെഗ് പീസ്, അതിൽ പോയാൽ ഓക്ക് ലെഗ് പീസ് വേണം കേട്ടോ. എന്താ അടിപൊളി സ്റ്റൈലിൽ കഴിക്കണം. നമുക്കും കൂടി അത്ര ഉഷാറിലൊന്നും കഴിക്കാനറിയില്ല. നമ്മൾ അവിടുന്ന് അത് കഴിച്ച് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. പിന്നെ നേരെ നമ്മൾ വീട്ടിലേക്ക് പോയിക്കണം. ഇതുപോലുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടമാണ് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.